ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് നടത്തുന്ന ദ്വിദിന ഉച്ചകോടിക്കായി ലോക നേതാക്കളും ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരും ടെക് എക്സിക്യൂട്ടീവുകളും ഗവേഷകരും ഒക്കെ AI ആക്ഷൻ സമ്മിറ്റ് 2025നായി പാരീസിൽ എത്തിക്കഴിഞ്ഞു. AI സുരക്ഷയാണ് ഉച്ചകോടിയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. പ്രത്യേകിച്ച് പൊതു ഉദ്ദേശത്തോടെ AIയുടെ അങ്ങേയറ്റത്തെ അപകട സാധ്യതകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ അവതരിപ്പിക്കുന്ന ഒരു വിദഗ്ധ സംഘവും ഇത്തവണ എത്തുന്നുണ്ട്. തീർച്ചയായും ഈ വർഷത്തെ ചർച്ചകൾ വിശാലമാണ് എന്ന് തന്നെ പറയാം. AI സംബന്ധമായ നിരവധി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തന്നെ കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തുന്നതിനായി സംഘാടകർ ഇത്തവണ പങ്കാളിത്തം വിപുലീകരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പോസ്റ്റ് മാനേജിംഗ് എഡിറ്റർ പാൽക്കി ശർമ്മയുമായുള്ള പ്രത്യേക സംഭാഷണത്തിൽ ആഗോള ആശങ്കകൾക്ക് ഇന്ത്യയും ഫ്രാൻസും എങ്ങനെ ഉത്തരങ്ങൾ നൽകുന്നുവെന്ന് പ്രസിഡന്റ് മാക്രോൺ ചർച്ച ചെയ്തിരുന്നു. സംഭാഷണത്തിന്റെ വിശദാംശങ്ങളൊന്ന് പരിശോധിക്കാം. അടുത്ത ഡീപ് സീക്ക് ഫ്രാൻസിൽ നിന്ന് പുറത്തു വരണമെന്ന് മാക്രോൺ ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതൽ വ്യക്തമാക്കിയാൽ US-നെയും ചൈനയെയും പോലുള്ള എതിരാളികളെ പ്രതിരോധിച്ച് നെക്സ്റ്റ് ജനറേഷൻ AIയിൽ ഫ്രാൻസിനെ ഒരു നേതാവായി ഉയർത്തുക എന്നതാണ് മാക്രോണിന്റെ കാഴ്ചപ്പാട്. കാര്യക്ഷമതയും സാങ്കേതികതയിൽ മത്സരക്ഷമതയും വർദ്ധിപ്പിക്കാനാണ് ഫ്രാൻസ് ലക്ഷ്യമിടുന്നത്. നിലവിലുള്ള AI മോഡലുകളെ റീകാലിബ്രേറ്റ് ചെയ്യുന്ന ചൈനയുടെ സമീപനം സ്കെയിലിംഗിലെ കാഴ്ചപ്പാടുകളെ സാമ്പത്തികമായാണ് വെല്ലുവിളിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ചെലവ് കുറഞ്ഞ പരിഹാരങ്ങളുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒന്നാണ് ഈ ഒരു സമ്മിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ക്ലീൻ ഡേറ്റ സെന്ററുകൾക്കായുള്ള UAE കരാർ മാക്രോൺ പ്രഖ്യാപിച്ചു. വരും വർഷങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ 109 ബില്യൺ യൂറോയുടെ സുപ്രധാന നിക്ഷേപം പ്രഖ്യാപിക്കാൻ ഫ്രാൻസ് ഒരുങ്ങുകയാണ്. ഈ ഒരു നിക്ഷേപം സ്റ്റാർഗേറ്റ് സംരംഭത്തിലൂടെ അമേരിക്കയുടെ സമീപകാല പ്രതിബദ്ധതയായ 500 മില്യൺ യൂറോയെ പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. ഒപ്പം ഈ ഒരു നിക്ഷേപം യുണൈറ്റഡ് അറബ് എമിറേറ്റുകളുമായും വിവിധ അമേരിക്കൻ, കനേഡിയൻ, ഫ്രഞ്ച് കമ്പനികളുമായും സഹകരിച്ച് ആഗോള AI ലാൻഡ്സ്കേപ്പിൽ ഫ്രാൻസിന്റെ സ്ഥാനം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇനി US-ന്റെയും അതുപോലെ ചൈനയുടെയും സാങ്കേതിക മേധാവിത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കിക്കൊണ്ട് സാങ്കേതിക പരമാധികാരത്തിനായുള്ള ഇന്ത്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന് മാക്രോൺ ഊന്നൽ നൽകുന്നുണ്ട്. സാങ്കേതിക പരമാധികാരത്തിനായുള്ള മാക്രോണിന്റെയും മോദിയുടെയും നീക്കം ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ സ്വന്തം അതിർത്തികൾക്കുള്ളിൽ നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും അമേരിക്കൻ, ചൈനീസ് സാങ്കേതിക വിദ്യകളിലുള്ള ആശ്രയം കുറയ്ക്കാനുള്ള ആഗ്രഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ പ്രതിവർഷം 1 മില്യൺ എഞ്ചിനീയർമാരെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഊന്നൽ ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ പ്രദാനം ചെയ്യുന്ന ഒരു ടെക് സൂപ്പർ പവർ എന്ന നിലയിലുള്ള രാജ്യത്തിന്റെ സാധ്യതകളെ ഉയർത്തിക്കാട്ടുന്നതായും മാക്രോൺ പറയുന്നുണ്ട്. ചൈനയുടെ ഡീപ് സീക്കിനെ ഫ്രാൻസ് നിരോധിക്കുമോ എന്ന ചോദ്യമായിരുന്നു അടുത്തത്. എന്തായാലും അതില്ല. ചൈനീസ് AIയുടെ പൂർണ്ണമായ നിരോധനം മാക്രോൺ നിരസിച്ചു. നിർണായക മേഖലകളിൽ സുരക്ഷിതത്വത്തിലോ അല്ലെങ്കിൽ പരമാധികാരത്തിലോ വിട്ടുവീഴ്ച ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെ യൂറോപ്യൻ ഇതര സാങ്കേതിക വിദ്യകൾ ഫ്രാൻസ് സൂക്ഷ്മമായി പരിശോധിക്കും. AI നേതൃത്വത്തിനും കായിക വിജയത്തിനുമുള്ള മാക്രോണിന്റെ ഒരു ആഗ്രഹം ഫ്രാൻസിന്റെ വിവിധ മേഖലകളിലെ ആഗോള സ്ഥാനത്തെക്കുറിച്ചുള്ള വിശാലമായ കാഴ്ചപ്പാടിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. യൂറോപ്പും ഇന്ത്യയും പ്രയോജനപ്പെടുത്തേണ്ട അവസരമാണ് AI എന്ന് മാക്രോൺ പറയുന്നുണ്ട്. വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണത്തിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും സാധ്യമാക്കുന്നതിൽ AI നിർണായകമാണെന്ന് മാക്രോൺ വിശ്വസിക്കുന്നുണ്ട്. AIയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഗോളതലത്തിൽ പുരോഗതി പങ്കിടുന്നതിനും സഹകരിക്കാൻ യൂറോപ്പിനോടും അതുപോലെ ഇന്ത്യയോടും അദ്ദേഹം എന്നും അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. AI അധിഷ്ഠിത ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു നേതാവാകാനുള്ള ഫ്രാൻസിന്റെ പ്രതിബദ്ധതയും അല്ലെങ്കിൽ ആഗ്രഹവും ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിൽ ഫണ്ടിങ്ങിന്റെയും വിഭവങ്ങളുടെയും പ്രാധാന്യത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. സ്വയം മെച്ചപ്പെടുത്താനുള്ള AIയുടെ ശേഷി സാങ്കേതിക വിദ്യയിൽ തത്സമയ ക്രമീകരണങ്ങൾ അനുവദിക്കുന്നുണ്ട്. ഇത് മെഡിക്കൽ, മെക്കാനിക്കൽ മേഖലകളിലെ ഒരു സുപ്രധാന ഉപകരണമാക്കി AIയെ മാറ്റുന്നു. AI വികസനത്തിൽ യൂറോപ്പും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് നേട്ടങ്ങൾ പരമാവധിയാക്കുന്നതിനും ആഗോള വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിനും സഹായിക്കുന്നുമുണ്ട്. ഇനി AI മനുഷ്യരുടെ പ്രവർത്തന രീതി മാറ്റും, പക്ഷേ അത് നമ്മെ മാറ്റി സ്ഥാപിക്കില്ല എന്ന വസ്തുതയാണ്. AIയുടെ മാനവികതയ്ക്കുള്ള പരിവർത്തന സാധ്യതകളെ മാക്രോൺ ഊന്നി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണത്തിൽ വിവിധ മേഖലകളിലുടനീളമുള്ള മനുഷ്യന്റെ പുരോഗതിയെയും കഴിവുകളെയും പുനർനിർവചിക്കാൻ കഴിയുന്ന മാറ്റത്തെ AI പ്രതിനിധീകരിക്കുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിലേക്ക് അതിന്റെ സമന്വയം ജീവിത നിലവാരവും അതുപോലെ സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കും. AI മെഡിക്കൽ രീതികളിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ്, പ്രത്യേകിച്ച് ക്യാൻസർ കണ്ടെത്തലിലും ചികിത്സയിലും. വിശാലമായ ഡേറ്റാ സെറ്റുകൾ വേഗത്തിൽ വിശകലനം ചെയ്യാനുള്ള കഴിവ് നേരത്തെയുള്ള ഇടപെടലുകളിലേക്കും മികച്ച രോഗികളുടെ ഫലങ്ങളിലേക്കും നയിക്കുന്നു.
AI മുഖേന വലിയ അളവിലുള്ള ഡേറ്റ പ്രോസസ് ചെയ്യാനും വിശകലനം ചെയ്യാനുമുള്ള ഒരു സാധ്യതയുണ്ട്. പ്രതിരോധ പരിചരണത്തിലും വ്യക്തിഗത ചികിത്സാ പദ്ധതികളിലും പുതുമകൾ സൃഷ്ടിക്കുന്നതിനും കൂടുതൽ സജീവമായ ആരോഗ്യ സംരക്ഷണ സംവിധാനം സൃഷ്ടിക്കുന്നതിനും അനുവദിക്കുന്നുണ്ട് AI വികസനത്തിൽ യൂറോപ്പിന്റെയും ഇന്ത്യയുടെയും സഹകരണം അതിന്റെ മുഴുവൻ സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് നിർണായകമാണ്. പങ്കിട്ട മൂല്യങ്ങളും ധാർമ്മിക മാനദണ്ഡങ്ങളും പ്രോത്സാഹിപ്പിക്കുമ്പോൾ പുരോഗതികൾ വിശാലമായ ഒരു ജനതയ്ക്ക് പ്രയോജനം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ജോലിയും പഠന പരിസ്ഥിതികളിലും AI സ്വാധീനം മെച്ചപ്പെട്ട ഉൽപാദനക്ഷമതയിലേക്കും അതുപോലെ തന്നെ നൂതനമായ വിദ്യാഭ്യാസ രീതികളിലേക്കും നയിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ പുതുമയ്ക്കൊപ്പം ആഗോള AI നിയന്ത്രണത്തിന്റെ ആവശ്യകതയും മാക്രോൺ ഊന്നി പറയുന്നുണ്ട്. സാധ്യമായ ദോഷങ്ങൾ നിയന്ത്രിക്കുന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും പൊതു സ്വകാര്യ പങ്കാളിത്തത്തിനും വേണ്ടി വാദിക്കുന്നു. AI ആപ്ലിക്കേഷനുകളിൽ സുരക്ഷയും നീതിയും ഉറപ്പാക്കാൻ ഏകോപിത അന്താരാഷ്ട്ര നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനൊപ്പം ഉത്തരവാദിത്തമുള്ള AI നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഫലപ്രദമായ ചട്ടക്കൂടുകൾ വികസിപ്പിക്കുന്നതിൽ സർക്കാരും ടെക് കമ്പനികളും തമ്മിലുള്ള സഹകരണം ഇമ്പോർട്ടന്റ് ആണ്. പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും അതുപോലെ ഈ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനും ഡെവലപ്പർമാർക്കും ഉപയോക്താക്കൾക്കും ഇടയിൽ ഉത്തരവാദിത്ത ബോധം വളർത്തുന്നതിനും AI അൽഗോരിതങ്ങളിലെ സുതാര്യത വളരെ നിർണായകമാണ്. AI ടൂളുകൾ ക്രിയേറ്റീവ് പ്രക്രിയകൾ മെച്ചപ്പെടുത്തുന്നതിനാൽ കലാകാരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി AI സൃഷ്ടിച്ച ഉള്ളടക്കത്തിന് വ്യക്തമായ ഉടമസ്ഥതയും ആട്രിബ്യൂഷനുകളും സ്ഥാപിക്കേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യാ മത്സരത്തിൽ യൂറോപ്പിന് അതിന്റെ മത്സരാധിഷ്ഠിത മുൻതൂക്കം നിലനിർത്തുന്നതിന് നവീകരണത്തെ പരിപോഷിപ്പിക്കുന്നതിനും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനുമിടയിൽ സന്തുലിതാവസ്ഥ അഥവാ ബാലൻസ് കൈവരിക്കുന്നത് വളരെ നിർണായകമാണ്. സമയബന്ധിതവും ഫലപ്രദവുമായ ഇടപെടലുകളുടെ ആവശ്യകത ഊന്നിപ്പറയുന്നു. AI സാങ്കേതിക വിദ്യകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള മൂല്യവത്തായ ഉൾക്കാഴ്ചകൾ സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്നതിനുള്ള അനുഭവങ്ങൾ നൽകുന്നുണ്ട്. AI എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നതിനാൽ ഫലപ്രദവും യോജിച്ചതുമായ നിയന്ത്രണ ചട്ടക്കൂടുകൾ സൃഷ്ടിക്കുന്നതിന് ഒന്നിലധികം രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടായ സമീപനം ആവശ്യമാണെന്ന് മാക്രോൺ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ AIയോട് മത്സരിക്കാൻ തന്നെയാണ് മാക്രോണിന്റെ പ്ലാൻ.